സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം ഇന്നൽക്ക് സുന്നത്ത് ജമാഅത്തിന് നാനാഭാഗത്തുനിന്നും അതിനെ കൊത്തി വലിക്കുമ്പോൾ അതിനുള്ള സുന്നി ആശയമുള്ളതായ സംഘടനകൾ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ ആശയത്തിൽ നമ്മൾ യോജിക്കണം. ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇതിൽ വരുന്നതായ എല്ലാ ശക്തികൾക്കെതിലും നമ്മളെന്താവണം, ശക്തമായി നിന്നും കൊണ്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം. ഇതൊരു ചെറിയൊരു സംഗതിയായിട്ട് കണക്കാക്കിയാൽ പറ്റില്ല. അപ്പോൾ പരസ്പരം അങ്ങും ഇങ്ങും ഫിത്തനകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫിത്തനത്തുൽ അഹ്ലാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ ഫിത്തനത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, വിട്ടുമാറാത്ത ഫിത്തന. ഒരു അഹ്ലാസ് ഒരു വാഹനവുമായുള്ള ബന്ധം പോലെ, അല്ലെങ്കിൽ അതിന് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുമായിട്ടുള്ള ബന്ധം പോലെ ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകുന്ന ഫിത്തന. ഓരോ കാലഘട്ടത്തിൽ ഓരോ ദിവസങ്ങളിലും ഫിത്തന ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ വിട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മുദരിസന്മാർ പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ടത് ദർസിലുള്ള നമ്മളെ മക്കൾ, നമ്മളെ കുട്ടികൾ. ആ കുട്ടികളെ നമ്മൾ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസവും ആശയവും ആദർശവും ഒക്കെ അവർ അതിനുവേണ്ടിയുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ വളർത്താൻ വേണ്ടിയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയും സമസ്ത കേരള ജമീയത്തുൽ ഉലമൻ്റെയും പോഷക സംഘടനകൾ അതിനെ വളർത്താൻ വേണ്ടിയാവണം നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്നതല്ല, നാകെ ഫിത്തനകൾ ഉണ്ടാക്കിക്കൊണ്ടിട്ട് വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ടിട്ട് ഈ സംഘടന ഏതെങ്കിലും നിലക്ക് ഈ ജനങ്ങളിൽ താറടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് നിർത്തിവെക്കണം. അത് നിർത്തിവെച്ചേ പറ്റുള്ളൂ. ആവശ്യമില്ലാത്ത ഫിത്തനകൾ അതുണ്ടാക്കിക്കൊണ്ടിട്ട് ഇവിടെ ഫിത്തനകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് മുദരിസുമാരാവുന്ന നമ്മളും മറ്റുള്ള ആളുകളൊന്നും അതിന് മെനക്കെടാൻ പാടുള്ളതല്ല. ഇതൊരു വലിയ സംഘടനയാണ്. ഈ സംഘടനയെ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് പാടുപെട്ടുകൊണ്ടാണ് ഇവർ നിലക്ക് ഇതിനെ ഉണ്ടാക്കി